ഇന്നൊരു സ്പെഷ്യൽ ഗുജിയ ഉണ്ടാക്കാം. ഇതിൻ്റെ ഫില്ലിങ്ങിനാണ് സ്പെഷ്യാലിറ്റി. സാധാരണ പോലെ മൈദ മാവിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിനായി മൈദയും വളരെ കുറച്ച് നെയ്യും ആവശ്യമായ ഉപ്പും ഒരു പ്ലേറ്റിലേക്ക് ഇടാം. അതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം കുറേശ്ശെയായി വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കണം. ചൂടുവെള്ളമൊന്നുമല്ല, സാധാരണ വെള്ളമാണ് കുഴയ്ക്കാനെടുത്തത്. കുഴച്ചു കഴിഞ്ഞാൽ ഒരു നനഞ്ഞ ടവൽ കൊണ്ട് കവർ ചെയ്യണം. ഒരു കടായി ചൂടാക്കി നെയ്യൊഴിച്ച് കുറച്ച് കാഷ്യൂ നട്ട്സ് ഫ്രൈ ചെയ്തെടുക്കണം. അധികം ഒന്നും വേണ്ട. കാഷ്യൂ നട്ട്സിന് പകരം കപ്പലണ്ടി ഒന്നും ചേർക്കരുത്. ഇനി ഫില്ലിംഗ് ഉണ്ടാക്കാം. ഇപ്പോൾ വറുത്തെടുത്ത കാഷ്യൂ നട്ട്സ് ആണ്. കല്ലും മണ്ണും ഒന്നും ഇല്ലാത്ത ശർക്കരയുടെ പൊടിയാണ്. പഞ്ചസാര ഇടാത്ത അവലോസ് പൊടിയാണ് ഇത്. ഇനി ഓരോന്നായി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇടാം. അവലോസ് പൊടി കൊണ്ടുള്ള ഫില്ലിംഗ് ആണ് ഈ റെസിപ്പിയുടെ സ്പെഷ്യാലിറ്റി. ശർക്കര തന്നെ ചേർക്കണം, പഞ്ചസാര ഇടരുത്. ആദ്യം 2 ചെറിയ ഗുജിയാണ് ഉണ്ടാക്കിയത്. അതിനുശേഷം മോൾഡ് വെച്ചുണ്ടാക്കി. കൈകൊണ്ടുണ്ടാക്കുന്നത് എനിക്ക് കുറച്ചുകൂടി ഈസി. ഇതിൻ്റെ സൈഡ്സ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എണ്ണയിലേക്ക് ഇടുമ്പോൾ ഓപ്പണായി വരില്ല. ഞാനിവിടെ കുറച്ച് കൂടുതൽ ഫില്ലിംഗ് എടുത്തിട്ടുണ്ട്. അത് ചായ ഒഴിച്ച് കഴിക്കാൻ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഉണ്ടാക്കിയതാ. ഏലക്ക ഈ അവലോസ് പൊടി ഉണ്ടാക്കിയപ്പോൾ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വേറെ അതിലേക്ക് ഇടാഞ്ഞത്. ഇനി ഒരു കടായി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം മാത്രം ഓരോന്നായി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. വീട്ടിൽ അവലോസ് പൊടി ഉണ്ടെങ്കിൽ ഗുജിയ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പിള്ളേർക്ക് ഒരു വെറൈറ്റി സ്നാക്കായിട്ട് കൊടുക്കുകയും ചെയ്യാം. ഗസ്റ്റ് വരുമ്പോൾ അവരെയും ഒന്ന് സർപ്രൈസ് ചെയ്യാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഫീഡ്ബാക്കും തരണം.